പിന്നെ തല്ലും എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഇപ്പൊ കൊല്ലത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ല. പിന്നെ ആരാണ് ഈ മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്നും എനിക്കറിയത്തില്ല. ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി. മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തു. പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭം ചേർത്ത് പറഞ്ഞാ പോരെ, കാര്യമൊക്കെ തുടങ്ങില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ, സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട്. എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? 2009 വാട്സ്ആപ്പ് ചാറ്റിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ ബെസ്റ്റ് ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നെ അങ്ങനെ എന്നെ പണ്ട് എന്നെ ഉപദ്രവിച്ചത് തന്നെ, എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ? അത് സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. എനിക്കൊരു കഷ്ടത വരുമ്പോഴാണോ നീ ഇട്ടേച്ച് പോകുന്നത്? കഷ്ടതയോ? തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് പണം ചോദിച്ചു. അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓർമ്മയുണ്ടോ? നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്ത് വേണം? 25,000 ഞാൻ ചോദിച്ചു. പോരകത്തുമ്പോഴല്ലേ വാഴോട്ടാൻ പറ്റുള്ളൂ. മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി കേട്ടോ, ഞാൻ ടൈറ്റ് ആണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അതെനിക്ക് ഇഷ്ടമില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ. ഹലോ, ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ്. ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി അടയ്ക്കണം. അപ്പൊ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേരന്റ് നടന്ന് ഓർക്കണം. വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. അപ്പൊ ഞാൻ അത് അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്കിന്ന് അതിന് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആണോ? പിന്നെ കണ്ണീരും കൈയുമായി നടക്കുമ്പോ ഈ രാജേട്ടനെ കാണും. അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേസി എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. ഇനിയിപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ? കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്കും. സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്, എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഐ ലവ് യു ചേട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാറ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്, അതെന്റെ ഒരു സ്നേഹപ്രകടനം. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. ഒരു പൈസയും മുകേഷ് തന്നിട്ടില്ല. നമ്മൾ 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. കുറച്ച് കാശ് കൊടുത്താൽ അവള് പോവും, അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരുത്തനെ പ്രേമിക്കാൻ ഇപ്പോഴത്തെ പെമ്പിളേര് തയ്യാറല്ല. 1 രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി. കാശ് ഞങ്ങൾ കൊടുത്തേക്കാം. ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീഴാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. ശരി, ചത്താ ഞാൻ നാളെ വരാം. ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.